ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ആൻസർ കീയാണ്. 7ാം ക്ലാസ്സിൽ സെപ്റ്റംബറിൽ നടന്ന 2024-25 ഓണപരീക്ഷയുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും വിശദമായ ഉത്തര സൂചിക ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. പ്രവർത്തനം 1. മൂവാണ്ടൻ മാവിൻ്റെ വേരോട് കൂടിയ ചെടിയിൽ നല്ല കായ്ഫലമുള്ള നീലം മാവിൻ്റെ കമ്പ് ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം മാവിൻ തൈ ഉൽപ്പാദിപ്പിക്കുന്നു. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന മാവിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 2 ആൻസർ നമ്മൾ എഴുതേണ്ടതുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ആൻസർ നമുക്ക് എന്തെഴുതാം? വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി നമുക്ക് എഴുതാം, കമ്പ് നട്ടാൽ മുളക്കാത്ത സസ്യങ്ങളുടെ കമ്പിൽ നിന്ന് പോലും സസ്യങ്ങൾ ഉണ്ടാകാം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ബി ക്വസ്റ്റ്യൻ നോക്കാം. വർഗസങ്കരണം വഴി ഉൽപ്പാദിപ്പിച്ച തൈച്ചെടി നട്ടിട്ടും കർഷകന് മികച്ച വിളവ് ലഭിച്ചില്ല. മികച്ച വിളവ് ലഭിക്കാൻ കർഷകൻ ശ്രദ്ധിക്കേണ്ട ഏതെങ്കിലും 3 കാര്യങ്ങൾ എഴുതുക. അപ്പോൾ ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ നമുക്ക് എഴുതാം? 1 വളപ്രയോഗം, 2 കീടനിയന്ത്രണം, 3 കളനിയന്ത്രണം. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. സി. ഇവിടെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ചിത്രത്തിൽ കാണുന്ന 2 പയർച്ചെടികളുടെയും ഗുണങ്ങളോട് കൂടിയ പുതിയ ഇനം പയർച്ചെടി ഉൽപ്പാദിപ്പിക്കാൻ താഴെ പറയുന്നവയിൽ ഏത് മാർഗം സ്വീകരിക്കണം? 4 മാർഗങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. മുകുളമൊട്ടിക്കൽ, സ്വപരാഗണം, പരപരാഗണം, കൃത്രിമ പരാഗണം. അപ്പോൾ നമുക്ക് ഏതാണ് ആൻസർ? കൃത്രിമ പരാഗണം. അപ്പോൾ ഈ ചോദ്യത്തിന് നിങ്ങൾ ശരിയായ രീതിയിൽ ഉത്തരം നൽകിയാൽ നിങ്ങൾക്ക് 5 മാർക്കാണ്. ഓക്കെ, ഇനി നമുക്ക് പ്രവർത്തനം 2 നോക്കാം. പ്രവർത്തനം 2 എന്താണ്? പ്രവർത്തനം 2 കുട്ടികൾ സംസാരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ പുളി സൂക്ഷിക്കുന്നത് ചെമ്പ് പാത്രത്തിലാണ്. അപ്പോൾ മറ്റേ കുട്ടി പറയുകയാണ്, എൻ്റെ വീട്ടിൽ പുളി സൂക്ഷിക്കുന്നത് മൺഭരണിയിലാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഇതിൽ ആരുടെ അഭിപ്രായത്തോടാണ് നിങ്ങൾ യോജിക്കുന്നത്? എന്തുകൊണ്ട്? ആരുടെ അഭിപ്രായത്തോടാണ് യോജിക്കുന്നത്? നമുക്ക് രണ്ടാമത്തെ കുട്ടിയോടാണ് യോജിക്കുന്നത് അല്ലേ? രണ്ടാമത്തെ കുട്ടിയോട് യോജിക്കുന്നു. ആസിഡ് ലോഹവുമായി പ്രവർത്തിച്ച് നാശനത്തിന് വിധേയമാകുന്നു. അപ്പോൾ ഭക്ഷ്യവസ്തു കേടാകുന്നു. ഇനി നമുക്കിതിൻ്റെ ബി ചോദ്യം നോക്കാം. ചില പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങൾ താഴെ കൊടുക്കുന്നു. ചില പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങൾ താഴെ കൊടുക്കുന്നു. അവ വിശകലനം ചെയ്ത് പട്ടിക പൂർത്തിയാക്കുക. മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററി ഉപയോഗിക്കുന്നു. മരുന്നുകളിൽ ഉപയോഗിക്കുന്നു. രാസവളം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്നു. ഇവയാണ് ഉള്ളത്. ഇനി നമ്മൾ ആസിഡ്, ഇത് എന്തിൻ്റെ ഗുണങ്ങളാണ്? അവിടെ 1 ആസിഡ് എന്ന് തന്നിട്ടുണ്ട്. രണ്ടാമത്തേൽ നമുക്ക് എന്തെഴുതാം? ബേസ് എന്നെഴുതാം അല്ലേ? ബേസ് എന്നെഴുതാം. ആസിഡിൻ്റെയും ബേസിൻ്റെയും ഗുണഗണങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പട്ടിക ആസിഡാണ്, രണ്ടാമത്തെ പട്ടിക ബേസ് ആണ്. ഇനി ബി നമുക്ക് എന്തെഴുതാം? ബി നമുക്ക് എഴുതാം മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ രാസവളം ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നു. ഇനി ബേസിൻ്റെ കോളത്തിൽ നമുക്ക് എന്തെല്ലാം എഴുതാം? മരുന്നുകളിൽ ഉപയോഗിക്കുന്നു. ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം, സി ചോദ്യം നോക്കാം. എന്താണ്? സോപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ ഏത്? അലൂമിനിയം ഹൈഡ്രോക്സൈഡാണ് സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. സോപ്പിൻ്റെ ഗാഢതയും അളവും കൂട്ടാനായി സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ഉപയോഗിക്കുന്നു. സോഫ്റ്റ് സോപ്പ് നിർമ്മിക്കാൻ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിൽ ഏതാണ് ശരി? ഇതിൽ 3ഉം 4ഉമാണ് ശരി. ഏതാണ് ശരി? 3ഉം 4ഉമാണ് ശരി. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 3. മികച്ച വിളവ് ലഭിക്കാൻ കർഷകൻ ഉപയോഗിച്ച ചില വളങ്ങളുടെ പ്രത്യേകതകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. പ്രസ്താവനകളെ വിശകലനം ചെയ്ത് പട്ടിക പൂർത്തിയാക്കുക. എന്തൊക്കെയാണ് പ്രസ്താവനകൾ? കൂടുതൽ അളവിൽ വേണ്ടിവരും. അമിതമായ ഉപയോഗം മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു. മണ്ണിന് ദോഷകരമല്ല. ആവശ്യമുള്ള ഘടകം മാത്രം നൽകാൻ കഴിയും. കുറഞ്ഞ അളവിൽ മതി. അപ്പോൾ ഇത് ജൈവവളങ്ങളുടെയും രാസവളങ്ങളുടെയും പട്ടികയാണ്. അപ്പോൾ ആദ്യത്തെ പട്ടിക അവിടെ ജൈവവളങ്ങൾ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് എഴുതേണ്ടത്? രാസവളങ്ങൾ എന്നാണ് എഴുതേണ്ടത്. ഇനി ജൈവവളങ്ങളുടെ കോളത്തിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? ജൈവവളങ്ങളുടെ കോളത്തിൽ നമുക്ക് എന്തെല്ലാം എഴുതാം?
മണ്ണിന് ദോഷകരമല്ല എന്ന് നമുക്ക് ബി എഴുതാം. മണ്ണിന് ദോഷകരമല്ല എന്ന് എഴുതാം. ഇനി സിയും ഡിയും രാസവളങ്ങളാണ്. അപ്പോൾ എന്തെല്ലാം എഴുതാം? ആവശ്യമുള്ള ഘടകം മാത്രമായി നൽകാൻ കഴിയും. പിന്നെ രണ്ടാമത് നമുക്ക് കുറഞ്ഞ അളവിൽ മതി. മൂന്നാമത്തത് അവിടെ നൽകിയിട്ടുണ്ട്. ഇനി സി എന്താണ്? സി ക്വസ്റ്റ്യൻ നോക്കാം. കെണികൾ ഉപയോഗിച്ചോ കൈകൊണ്ട് പെറുക്കി മാറ്റിയോ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് യാന്ത്രിക കീടനിയന്ത്രണം. ഇതുകൂടാതെ കർഷകർ സാധാരണ സ്വീകരിക്കുന്ന മറ്റു 2 കീടനിയന്ത്രണ മാർഗങ്ങൾ എഴുതുക. ഏതൊക്കെയാണ്? ജൈവ നിയന്ത്രണം, കീടനാശിനികൾ. എന്തൊക്കെയാണ്? ജൈവ നിയന്ത്രണം, കീടനാശിനികൾ. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ സി ചോദ്യം നോക്കാം. സി ചോദ്യം: പദജോഡികൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി വിട്ടുപോയവ പൂരിപ്പിക്കുക. മുയൽ വളർത്ത കൂണിക്കൾച്ചറാണ്. കൃഷിയെ നമ്മൾ എന്താണ് വിളിക്കുക? പുഷ്പകൃഷി എന്താണ്? ഫ്ലോറികൾച്ചറാണ്. ഫ്ലോറികൾച്ചറാണ്. എപ്പിക്കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? ബി നമുക്ക് എന്താ എഴുതേണ്ടത്? തേനീച്ച വളർത്തലാണ്. എന്താണ്? തേനീച്ച വളർത്തൽ. ഇനി പ്രവർത്തനം 4 നോക്കാം. ടോർച്ച് സെൽ, ഇൻസുലേറ്റർ, ചെമ്പുകമ്പി, LED മോഡ്യൂൾ എന്നിവ ഉപയോഗിച്ച് ഒരു സർക്യൂട്ട് ക്രമീകരിച്ചു. ചെമ്പുകമ്പിക്ക് നീളം കുറവാണ്. സർക്യൂട്ട് പൂർത്തിയാക്കാൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെ വസ്തുക്കൾ പ്രയോജനപ്പെടുത്തും? അപ്പം ചിത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ഏതൊക്കെയാണ് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത്? മൊട്ടുസൂചി നമുക്ക് ഉപയോഗപ്പെടുത്താം. നാണയം, നനഞ്ഞ കടലാസ്, പെൻസിൽ, ഗ്രാഫൈറ്റ്. ഏതൊക്കെയാണ്? മൊട്ടുസൂചി, നാണയം, നനഞ്ഞ കടലാസ്, പെൻസിൽ, ഗ്രാഫൈറ്റ്. അതേപോലെ ബി ചോദ്യം: ഇതൊരു സർക്യൂട്ട് ഉണ്ടാക്കാനാണ്. അപ്പോൾ അതെല്ലാവർക്കും സർക്യൂട്ടിൻ്റെ ചിത്രം വരയ്ക്കാൻ അറിയാമല്ലോ. അപ്പോൾ നിങ്ങളത് വരച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ ഇത് ചർച്ച ചെയ്തിരുന്നു. ഇനി അടുത്തത്: വൈദ്യുത ലൈനുമായി സാധാരണ ഉപയോഗിക്കുന്ന ലോഹം താഴെ കൊടുത്തവയിൽ ഏതാണെന്ന് എഴുതുക. ഏതാണ്? ഇവിടെ 4 ഓപ്ഷനാണ് തന്നത്. അലൂമിനിയം, ചെമ്പ്, ഇരുമ്പ്, സ്റ്റീൽ. അപ്പം നമുക്ക് ഏതാണ് എഴുതേണ്ടത്? നമ്മൾ ഏതാണ് ഉപയോഗിക്കുക? അലൂമിനിയമാണ് ഉപയോഗിക്കുക. ഇനി നമുക്ക് പ്രവർത്തനം 5 നോക്കാം. പ്രവർത്തനം 5 എന്താണ്? കായിക പ്രജനനവുമായി ബന്ധപ്പെട്ട പട്ടികയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അനുയോജ്യമായ രീതിയിൽ പട്ടിക പൂർത്തീകരിക്കാനാണ്. അപ്പോൾ എ, ബി, സി, ഡി. നമ്മൾ എന്താണ് എഴുതേണ്ടത്? കറിവേപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും? നമുക്ക് എഴുതാം വേര് എന്ന് എഴുതാം. ഓക്കെ, ഇനി രണ്ടാമത് കൊടുത്തിരിക്കുന്നത് എന്താണ്? കാണ്ഡമാണ്. കാണ്ഡത്തിൽ നമുക്ക് കരിമ്പ്, മരിച്ചീനി തുടങ്ങിയവ എഴുതാം. കരിമ്പ്, മരിച്ചീനി എഴുതാം. പിന്നെ തന്നിരിക്കുന്ന ഇലമുളച്ചിയാണ്. അതിൽ സി, ഇല എന്ന് എഴുതാം. അതേപോലെ തന്നെ ചേമ്പ് നമുക്ക് ഭൂകാണ്ഡത്തിൻ്റെ വിഭാഗത്തിൽ പെടുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം, ബി ചോദ്യം നോക്കാം. ബി ചോദ്യം എന്താണ്? ചുവന്ന ചെമ്പരത്തിൽ വിവിധ നിറത്തിലുള്ള ചെമ്പരത്തി പൂക്കൾ ഉണ്ടാക്കാൻ പലതരം ചെമ്പരത്തി ചെടികളുടെ മുകുളങ്ങൾ ഒട്ടിച്ചു ചേർത്തു. ഇതിൻ്റെ വിവിധ ഘട്ടങ്ങൾ ക്രമമായി എഴുതുക. ആദ്യ ഘട്ടം ചുവടെ ചേർക്കുന്നു. വിവിധ നിറങ്ങളിലുള്ള ചെമ്പരത്തിയുടെ മുകുളങ്ങൾ തൊലിയോടുകൂടി ചെത്തിയെടുക്കുക. ആദ്യത്തെ അവിടെ തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താണ്? ഘട്ടം 2 എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ചുവന്ന ചെമ്പരത്തിയിലെ മുകുളം ഒട്ടിക്കാനുള്ള സ്ഥലങ്ങളിലെ പുറംചൊലി ചെത്തി മാറ്റുക. ഇനി ഘട്ടം 3: റൂട്ട് സ്റ്റോക്കിൽ തൊലി നീക്കിയ ഭാഗങ്ങളിൽ മുകുളം പുറത്തു കാണുന്ന വിധേയം പോളിത്തീൻ ടേപ്പ് കൊണ്ട് പൊതിഞ്ഞു കെട്ടുക. 4-മത് മുകുളം നന്നായി വളരാൻ തുടങ്ങിയ സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റുക. ഓക്കെ, ഇനി അടുത്ത സി ചോദ്യം നോക്കാം. എന്താണ്? വിവിധ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളും അവിടെ വികസിപ്പിച്ചെടുത്ത കാർഷിക വിളകളും ചുവടെ കൊടുത്തിരിക്കുന്നു. പട്ടിക പൂർത്തിയാക്കുക. ഗവേഷണ കേന്ദ്രം: കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം, CTCRI. അവിടെ ഗവേഷണം നടത്തുന്നത് കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. തെങ്ങ്, കവുങ്ങ് തുടങ്ങിയവയെക്കുറിച്ച് ഗവേഷണം നടത്തുന്നത് ഏതാണ്? നമുക്ക് എന്താ എഴുതാം? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, CPCRI. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. ഇനി പ്രവർത്തനം 6 നമുക്ക് നോക്കാം. ആസിഡുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഓക്കെ, ചോദ്യം വായിച്ചു നോക്കാം. നാരങ്ങനീര്, വിനാഗിരി, പുളിവെള്ളം, മോര് എന്നീ ലായനികളിൽ പതിമുഖ വെള്ളം ഒഴിച്ചപ്പോൾ മഞ്ഞ നിറമായി. ഇത്തരം ലായനികളുടെ ഏതെങ്കിലും 2 പൊതു സ്വഭാവങ്ങൾ എഴുതുക. രണ്ടാമത്തെ ചോദ്യം: നാം കഴിക്കുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങളും അതിലടങ്ങിയിരിക്കുന്ന ആസിഡുകളും ഉൾപ്പെട്ട പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം, ചോദ്യം എന്താണ്? നാരങ്ങ നീര്, വിനാഗിരി, പുളിവെള്ളം, മോര്. ഇതെന്താണ്? ഇത് ആസിഡുകളാണ്. ഇവർക്ക് എന്താണ് പ്രത്യേകത? ആസിഡിന് പുളി രുചിയുണ്ട്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. ഓക്കെ,
അപ്പോൾ ആസിഡുകൾക്ക് പുളിരുചിയുണ്ട്, നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു എന്ന് നമുക്ക് എഴുതാം. ഇനി അടുത്തത് ഭക്ഷണ പദാർത്ഥമാണ് ആസിഡ്. ആദ്യത്തേത് ടാർട്ടാറിക് ആസിഡ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടാർട്ടാറിക് ആസിഡ് അടങ്ങിയിരിക്കുന്ന വാളംപുളിയിലാണ് ടാർട്ടാറിക് ആസിഡ് അടങ്ങിയിരിക്കുന്നത്. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നത് ഓക്സാലിക് ആസിഡാണ്. അതേപോലെ നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്നതാണ് അസ്കോർബിക് ആസിഡ്. അതേപോലെ ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നതാണ് മാലിക് ആസിഡ്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ്? ആസിഡുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. വീര്യം കൂടിയ ആസിഡ് ശരീരത്തിൽ വീണ പൊള്ളൽ ഉണ്ടാകുന്നു. രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ അപകടം ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ട ഏതെങ്കിലും 4 മുൻകരുതലുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെല്ലാം എഴുതാം? ശരീരഭാഗങ്ങളിൽ വീഴാതെ നോക്കണം, കൈകൊണ്ട് തൊടരുത്, മണത്ത് നോക്കാൻ പാടില്ല, രുചിച്ച് നോക്കരുത്. ഇവ എഴുതിയാൽ നമുക്ക് 5 മാർക്കാണ് ഈ ഒരു ആക്ടിവിറ്റിക്ക് കിട്ടുന്നത്. ആദ്യത്തേന് 1 മാർക്ക്, രണ്ടാമത്തെ ചോദ്യത്തിന് 2 മാർക്ക്, മൂന്നാമത്തെ ചോദ്യത്തിന് 2 മാർക്ക്. ഇനി പ്രവർത്തനം 7 നോക്കാം. ഇലക്ട്രീഷ്യന്മാർ ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങളുടെ ചിത്രങ്ങളാണ്. നോക്കൂ, താഴെ കൊടുത്തിരിക്കുന്ന ഉപയോഗങ്ങൾക്ക് അനുയോജ്യമായ ഉപകരണങ്ങൾ ഏതെല്ലാമാണ്? ആദ്യത്തേത് ഇലക്ട്രിക് വയറിൻ്റെ ഇൻസുലേഷൻ കളയുന്നത്. ഇലക്ട്രിക് വയറിൻ്റെ ഇൻസുലേഷൻ കളയുന്നത് ഡി ആണ്. ഡി എന്താണ്? സ്ട്രിപ്പറാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അടുത്ത ചോദ്യം, ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഡി ആണ്, സ്ട്രിപ്പറാണ്. ഇനി അടുത്തത് വൈദ്യുത പ്രവാഹം പരിശോധിക്കുന്നതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എ ആണ്. എ എന്താണ്? ടെസ്റ്ററാണ്. ഓക്കെ, ഇനി അടുത്ത ബി ചോദ്യം നോക്കാം. ബി ചോദ്യം, മുകളിൽ കൊടുത്തിരിക്കുന്ന ഉപകരണങ്ങളുടെ കൈപ്പിടികൾ നിർമ്മിച്ചിരിക്കുന്ന വസ്തുക്കളുടെ പ്രത്യേകത എന്താണ്? കാരണം എന്താണ്? അപ്പോൾ ഈ സ്ട്രിപ്പറും അതേപോലെ ടെസ്റ്ററുകളും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഇൻസുലേറ്റർ കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? ഇൻസുലേറ്റർ കൊണ്ടാണ്. എന്താണ് ഇൻസുലേറ്ററിൻ്റെ പ്രത്യേകത? നമുക്കറിയാം, വൈദ്യുതിയെ കടത്തി വിടുന്നില്ല. ഇനി സി ചോദ്യം നോക്കാം. ഇത്തരം വസ്തുക്കൾക്ക് മറ്റ് 2 ഉദാഹരണങ്ങൾ എഴുതുക. ഏതൊക്കെയാണ്? നമുക്ക് ഒരുപാടെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. തടി, റബ്ബർ എന്നിവയൊക്കെ നമുക്ക് എഴുതാം. ഇനി പ്രവർത്തനം 8, നിങ്ങൾ ഏതെങ്കിലും 6 പ്രവർത്തനം എഴുതിയാൽ മതി. 2 പ്രവർത്തനം നിങ്ങൾക്ക് ഓപ്ഷൻസ് ആണ്. ഓക്കെ, ശാസ്ത്ര കിറ്റിലുള്ള ചില സാമഗ്രികളാണ് താഴെ കൊടുത്തിരിക്കുന്ന അപ്പക്കാരം, ടെസ്റ്റ് ട്യൂബ്, മഗ്നീഷ്യം റിബൺ, വിനാഗിരി, ചുണ്ണാമ്പ് വെള്ളം, തീപ്പെട്ടി. ചോദ്യം ഇതാണ്: അനുയോജ്യമായവ പ്രയോജനപ്പെടുത്തി ചുവടെ നൽകിയ ലക്ഷ്യത്തിലെത്താൻ ഒരു കുട്ടി പരീക്ഷണം ചെയ്ത് പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക. ലക്ഷ്യം എന്താണ്? ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണെന്ന് തിരിച്ചറിയുന്നതാണ് കുട്ടിയുടെ ലക്ഷ്യം. സാമഗ്രികൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഏതൊക്കെ സാമഗ്രികൾ അതിന് വേണം? ഏതൊക്കെയാണ് സാമഗ്രികൾ വേണ്ടത്? ഒരു പരീക്ഷണം നടത്താൻ നമുക്കറിയാം, ടെസ്റ്റ് ട്യൂബ് വേണം, വിനാഗിരി വേണം, മഗ്നീഷ്യം വേണം, തീപ്പെട്ടി വേണം. ഓക്കെ, പരീക്ഷണക്രമം നമുക്കറിയാം. ഒരു ടെസ്റ്റ് ട്യൂബിൽ 1/4 ഭാഗം വിനാഗിരി എടുക്കുക, അതിലേക്ക് മഗ്നീഷ്യം റിബണിൻ്റെ 3-4 ചെറുകഷ്ണങ്ങൾ ഇടുക. ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗം പെരുവിരൽ കൊണ്ട് അല്പസമയം അടച്ചു പിടിക്കുക. ടെസ്റ്റ് ട്യൂബിൽ അല്പം ചെരിച്ച് പിടിച്ച് കത്തുന്ന ഒരു തീപ്പെട്ടി കൊള്ളി ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്ത് കൊണ്ടുവന്ന ശേഷം വിരൽ മാറ്റുക. ഇതിൽ നിന്ന് നിരീക്ഷണത്തിൽ നമുക്ക് എന്ത് എഴുതാം? ആസിഡ് ലോഹവുമായി പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായ വാതകം ശബ്ദത്തോടെ കത്തുന്നു. എന്താണ് നിഗമനത്തിൽ എഴുതാൻ കഴിയുന്നത്? ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടാകുന്നു. ഹൈഡ്രജൻ വാതകമാണ് ശബ്ദത്തോടു കൂടി കത്തുന്നത്. ഈ ഒരു പരീക്ഷണം എഴുതിയാൽ നിങ്ങൾക്ക് 4 മാർക്കാണ് കിട്ടുക. ഓക്കെ, ഇനി അതിനൊരു ബി ചോദ്യമുണ്ട്. ബി ചോദ്യം എന്താണ്? ആസിഡുകളുടെ ഏതെങ്കിലും 2 ഉപയോഗങ്ങൾ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് ഉപയോഗങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, മോട്ടോർ വാഹനങ്ങൾ, ഈ കഴിഞ്ഞ ഏതൊരു രണ്ടാമത്തെ ചോദ്യത്തിലെങ്ങാനും ഉണ്ട് ഇതിൻ്റെ ആൻസർ അല്ലേ? മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററി ഉപയോഗിക്കുന്നു, രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു തുടങ്ങി നമുക്ക് ഏതെങ്കിലും 2 ഉപയോഗങ്ങൾ എഴുതാം. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്ന എക്സാം? എല്ലാവർക്കും എത്ര മാർക്ക് കിട്ടി, എത്ര ഗ്രേഡ് കിട്ടിയൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.